ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. ഐ എം ദിവ്യ ദിവാകർ. ഓക്കെ, ഒരു 135 ഡിഗ്രി ബെൻഡ് കൊടുക്കുന്ന കാര്യം സ്റ്റിറപ്പിൽ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന ആൻസർ, എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇന്ന് വരെ എന്നോട് ആരും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെയർ ഇമോഷൻസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വി ആർ ബീങ് പാർട്ട് ഓഫ് ദെയർ ഡ്രീം പ്രോജക്റ്റ്. പക്ഷെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ നോക്കുമ്പോൾ അതിൻ്റെ ആ കോസ്റ്റ് എസ്കലേഷൻ എടുക്കാനായിട്ട് ക്ലയൻറ്റ് തയ്യാറാവണം എന്നും ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾക്കൊരു ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ റിയൽ റോള് വരുന്നത്. ഓക്കെ മാം, നമ്മൾ ബാക്കി എല്ലാ ഫീൽഡിൽ നോക്കുമ്പോൾ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്, അവർക്ക് തന്നെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ബട്ട് നമ്മൾ സിവിൽ എഞ്ചിനീയർ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്, ബട്ട് നമ്മളുടെ ക്വാളിറ്റി വൈസ് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ടോ ഇനിയും? സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ആക്ച്വലി സിവിൽ എഞ്ചിനീയറിങ്ങിലും ഒത്തിരി പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ മെറ്റീരിയൽസും മെത്തഡോളജീസും ഒക്കെ വരുന്നുണ്ട്. ബട്ട് വെൻ വി ആർ ലുക്കിംഗ് അറ്റ് കേരള ആസ് എ മാർക്കറ്റ്, എപ്പോഴും പെട്ടെന്നൊരു കാര്യത്തിനെ, പുതിയൊരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. കുറച്ച് സ്ലോലി ആയിരിക്കും എന്ത് കാര്യവും വരുന്നത്. ലെറ്റ് ഇറ്റ് ബി ഈവൻ 3D പ്രിൻറ്റിങ് ആയിക്കോട്ടെ, എന്ത് കാര്യവും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മെറ്റീരിയൽസ്, നമുക്ക് പുറത്തുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആവാറുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ, പുതിയൊരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ റാദർ ദാൻ ആൻ എൻജിനീയർ സ്റ്റഡിയിങ് അബൌട്ട് ദ മെറ്റീരിയൽ ആൻഡ് പ്രൊമോട്ടിങ് ദാറ്റ് മെറ്റീരിയൽ, അതിന് ഇപ്പം വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, നോർമൽ ആൾക്കാർ അതിനെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടും ബ്രാൻഡ് ചെയ്ത് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ വരുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്, ക്ലയൻറ്റ് എവിടെന്നെങ്കിലും ഉള്ള ഒരു റീലുമായിട്ട് നമ്മുടെ അടുത്ത് വരും. അതെ. അപ്പോൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാവോ, ഇതിന് ഇത്ര കോസ്റ്റ് കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈവൻ ഇൻ ദ കേസ് ഓഫ് പ്രോജക്ട്സ് ടു, സംടൈംസ് അതൊരു ലീഡ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. വെറും ഇത്ര സെൻറ്റിൽ ഇത്ര സ്ക്വയർ ഫീറ്റിന് വെറും ഇത്ര മാത്രം രൂപയേ ഉള്ളൂ എന്നുള്ള ഭയങ്കര ഒരു പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അവർ ഇട്ടേക്കുന്നത്. ഒരുപാട് പേര് അത് വിശ്വസിച്ച് അത് വിശ്വസിച്ച് അതിൻ്റെ പുറകിൽ പോവും. അപ്പോൾ അതിനകത്ത് കോൾ ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷനിൽ പോകുമ്പോഴായിരിക്കും അതിനകത്ത് ഇത് ഇൻക്ലൂഡഡ് അല്ല, ഇത് ഇൻക്ലൂഡഡ് അല്ല, ഇതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. ബിക്കോസ് വെൻ വി ആർ ലുക്കിംഗ് അറ്റ് ദി മാർക്കറ്റ് റേറ്റ്, ലെറ്റ് ഇറ്റ് ബി അബൌട്ട് ദ മെറ്റീരിയൽസിന് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കുവാണെങ്കിൽ എല്ലാ മെറ്റീരിയലിൻ്റെ റേറ്റ് കൂടിയാണ് വരുന്നത്. ലേബർ റേറ്റ് നോക്കുവാണെങ്കിൽ അതും കൂടിയാണ് വരുന്നത്. സോ ദർ ഇസ് നോ പോസിബിലിറ്റി ദാറ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഡൗൺ പോവാനുള്ള ഒരു സെനാരിയോ നമ്മൾ കാണുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം, ഡ്യൂ ടു മെനി റീസൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ കോമ്പറ്റീഷൻ. മാർക്കറ്റിൽ there are group of engineers who are into construction, there are quite normal people who are into construction, there are പുറത്തുള്ള അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് വർക്ക്സിൻ്റെ ഭാഗമായിരുന്നവരും കൂടി ഇപ്പോൾ നേരിട്ട് വർക്ക് എടുത്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരേ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, എല്ലാവരും ഈ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ ചെയ്യുന്നത്, ഈവൻ ക്ലയൻസും അതിനകത്ത് റെസ്പോൺസിബിൾ ആണെന്ന് ഞാൻ പറയും. ബിക്കോസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ട്, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടൊക്കെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവർ ഈ പ്രോബ്ലത്തിൽ പെടും. ബിക്കോസ് ഒരാൾ പോലും ഒരിക്കലും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് വേറൊരാൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കില്ല. അപ്പോൾ ഇഫ് ഇറ്റ് ഓൾ ദർ ഇസ് ലൈക്ക് ഒരു ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് അൺബിലീവബിൾ റെഡ്യൂസ്ഡ് കോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദേ ആർ കോംപ്രമൈസിങ് ഓൺ സർട്ടൈൻ തിങ്സ്. ആ സർട്ടൈൻ തിങ്സ് എന്താണെന്ന് ഡിഗ് ചെയ്തു പോകാൻ പലരും ശ്രമിക്കാറില്ല. അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ, ഇവൻച്വലി റൈറ്റ് പ്രോഡക്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, റൈറ്റ് വേയിലല്ല കൺസ്ട്രക്റ്റും ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം ദ ക്ലൈമറ്റ് ഇസ് ബിക്കമിങ് ഒരു ഭയങ്കര ഒരു ചേഞ്ച്, ബിക്കമിങ് വേഴ്സ് ഡേ ബൈ ഡേ വി മസ്റ്റ് സേ. ബിക്കോസ് നേരത്തെ ഉള്ള പോലത്തെ ഒരു പാറ്റേണിലല്ല നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഴ വരുമ്പോൾ ഭയങ്കര മഴ, അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കരമായ ചൂട്. അപ്പോൾ ഇത് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ദേ ആർ ഫെയിലിംഗ് ടു പെർഫോം വെൽ ഇൻ ദി ഈ ക്ലൈമറ്റിക് കണ്ടീഷൻ. അപ്പോൾ ഈ എല്ലാ കോമ്പിനേഷനും കൂടെ വരുന്നതെന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ടുന്ന ആൾക്കാർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടുന്ന രീതിയിൽ കോസ്റ്റിംഗ് ഇടുന്നു. മെറ്റീരിയൽ, നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബ്ലൈൻഡ്ലി ചില മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ഇനി അത്
ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസും കൂടെ വരുമ്പോഴത്തേക്കും, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ടാറ്റയുടെ സ്റ്റീൽ തന്നെ യൂസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഏറ്റവും പ്രീമിയം ബ്രാൻഡായിട്ടുള്ളൊരു സിമെൻറ്റ് തന്നെ യൂസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ, ബട്ട് ഹൂ ഈസ് കൺട്രോളിങ് ദ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ അറ്റ് സൈറ്റ്? ഇറ്റ് ഈസ് എ നോർമൽ വർക്കർ ഹൂ ഈസ് പോറിങ് വാട്ടർ ഇൻ ടു ദിസ് കോൺക്രീറ്റ് മിക്സർ മെഷീൻ. അതിനകത്ത് ക്ലയൻറ്റിന് കൺട്രോൾ ഇല്ല, എൻജിനീയർക്ക് കൺട്രോൾ ഇല്ലാതെ വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി കോൺട്രിബ്യൂട്ടിങ് ടു ദി ബാഡ്ലി കൺസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ പൂർലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ആണത് പോകുന്നത്. അവിടെ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തത് കൊണ്ട് കാര്യമില്ല. സോ റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് പീപ്പിൾ മാനേജിങ് ഇറ്റ് ആൻഡ് റൈറ്റ് ഒബ്സർവേഷൻ, ഈ 3 കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രം, റൈറ്റ് ഒബ്സർവേഷൻ ഇൻ ദ സെൻസ് റൈറ്റ് ക്ലൈൻറ്റ്, ഈ 3 കോമ്പിനേഷനും കൂടെ വന്നാലേ ഈ ക്വാളിറ്റി അൾട്ടിമേറ്റ്ലി ഇമ്പ്രൂവ് ആവുന്നതിന് ഒരു ഡിസിഷൻ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചാൽ പറ്റില്ല. അതിനകത്തിപ്പോൾ ഈ പറഞ്ഞ പോലെ യങ് എൻജിനീയേഴ്സിനാണ് ഏറ്റവും വലിയ റോൾ ഉള്ളത്. ബിക്കോസ് റൈറ്റ് നൗ വാട്ട് വി ആർ സീയിങ് ഇസ് എൻജിനീയേഴ്സ് വരുന്നുണ്ട്, ഗ്രാജുവേഷൻ കഴിഞ്ഞും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞും അവർ വരുന്നുണ്ട്. ബട്ട് ഇഫ് അറ്റ് ഓൾ ദേ ആർ നോട്ട് റെഡി ടു ഗോ ടു സൈറ്റ്. ഡിസൈൻസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓഫീസിനകത്തിരുന്ന് ഏതൊരു AC അല്ലെങ്കിൽ വെയിലൊന്നും കൊള്ളാതെ മഴയൊന്നും കൊള്ളാതെ നമുക്കൊരു ബിൽഡിങ്ങിനകത്തിരുന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇഫ് അറ്റ് ഓൾ വി ആർ നോട്ട് റെഡി ടു ഗോ ടു ദ ഫീൽഡ്, അവിടെ സിമെൻറ്റിൻ്റെ പൊടി ഉണ്ടാവും, വെയിൽ, മഴ, ഈ വർക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി എല്ലാം ഉണ്ട്, സമ്മതിച്ചു. ബട്ട് ഇഫ് അറ്റ് ഓൾ വി ആർ നോട്ട് ready to give that exposure to ourselves, we will never grow as an engineer. Because നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നതെല്ലാം അവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, പ്രാവർത്തികമാക്കുന്നുമില്ല. അതെന്തൊക്കെയാണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 135 ഡിഗ്രി ബെൻഡ് നമ്മൾ പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് അറ്റ് സൈറ്റ്, ദർ ഇസ് നോ പോയിൻറ്റ് ഡിസൈനിങ് ദാറ്റ് വേ. സോ ഈ കാര്യങ്ങളിൽ ഒരു ചേഞ്ച് വരണമെങ്കിൽ നോട്ട് ഓൺലി പ്രാക്ടീസിങ് എൻജിനീയേഴ്സ്, ഈ അപ്കമിങ് എൻജിനീയേഴ്സും കൂടി ഡിസൈഡ് ചെയ്യണം, ഞാൻ ഫീൽഡിൽ പോവും, ഞാൻ സൈറ്റിൽ പോവും, ദെൻ ഐ വിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് വരുമ്പോൾ മാത്രമാണ് ഈ വരുന്ന ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും പ്രോഡക്റ്റിലുള്ള ഒരു ഇന്നോവേഷൻസും ക്വാളിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ. നമുക്ക് എല്ലാവർക്കും ഓരോ ഡ്രീംസ് കാണും. നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു ഹൈ ലെവൽ പൊസിഷനിലായിരിക്കണം, നല്ലൊരു ജോബ് കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടണം എന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ മാമിൻ്റെ ഈ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഫീൽഡിൽ മാമിന് എന്തായിരുന്നു ഒരു ഡ്രീം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഞാൻ ഡിസൈൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? യെസ്. ഇപ്പോൾ ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ, ഐ സ്റ്റാർട്ടഡ് ഇറ്റ് വിത്ത് വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ റൈറ്റ് നൗ, ദാറ്റ് ഇസ് L&T. സോ നമുക്ക് അവിടെ തന്നെ കിട്ടുന്ന ഒരു മെൻറ്ററിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി ഗുഡ്. So what they are teaching us is never compromise on quality and safety. ഇത് രണ്ടും ഒരിക്കലും, അത് എന്ത് കണ്ടീഷൻ ആയിക്കോട്ടെ, എന്തൊക്കെ പ്രഷർ വന്നാലും ഡോണ്ട് ഡു ദാറ്റ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസൈൻസിലേക്ക് പോകുന്നത്. സോ ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ്, ഞാനത് കഴിഞ്ഞ് അന്ന് ബ്രിഡ്ജസ് ആൻഡ് മെട്രോസിലായിരുന്നു ഐ വാസ് ഡൂയിങ് മൈ ഡിസൈൻസ് ഇനീഷ്യലി. ലേറ്റർ വെൻ ഐ eventually became into this construction sector-ലേക്ക് വന്നപ്പോൾ when I started my own firm, as I told you, like I was a certified quality consultant, AOTS ജപ്പാൻ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ജപ്പാനിൽ പോയി, അവിടെ പോയി ഒരു 2 weeks ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വന്നൊരു ഡ്രീമാണ് എക്സ്ട്രീം ക്വാളിറ്റി കൺട്രോളിൽ ഒരാളുടെ ഡ്രീം പ്രോജക്റ്റ് അത് ബിൽഡ് ചെയ്ത് കയ്യിൽ കൊടുക്കുക. Okay. It is guaranteed that nothing will happen to this structure since it was built by me and my team. So ആ ഒരു ഡ്രീമിലേക്കാണ് ഇപ്പോൾ എഫേർട്ട് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ്, മാൻ പവർ, ഈവൻ ദ ക്ലൈൻറ്റ്, ഈ 3ൻ്റെയും കോമ്പിനേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫെക്റ്റ് ടീമിനെ ബിൽഡ് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ചാലഞ്ച് ദീസ് ഡേയ്സ്. അതായത് നമ്മൾ ഒരു എംപ്ലോയിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ എവ്രിബഡി വിൽ ബി ഹാവിങ് ഒരു ബേസിക് ടെക്നിക്കൽ സ്കില്ല് ഉണ്ടോ ഇല്ലയോ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതെൻ്റെ പ്രോജക്റ്റാണ്,
ഇത് എൻ്റെ ഞാൻ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് ആത്മാർത്ഥത എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ ഹൃദയമിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ടീം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രെയിൻഫുൾ വർക്കിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാരണം ഐ എം ഐഡൻറ്റിഫൈങ് റൈറ്റ് എൻജിനീയേഴ്സ് ഹു ക്യാൻ ബി പാർട്ട് ഓഫ് ദിസ് ഡ്രീം പ്രോജക്റ്റ്. ലൈക്ക് ഒരു 10-15 ഇയേഴ്സ് സ്ട്രക്ചറൽ വാറൻറ്റിയോടുകൂടി, മിനിമം 10-15 ഇയേഴ്സ് എങ്കിലും സ്ട്രക്ചറൽ വാറൻറ്റിയോടുകൂടി നമുക്ക് കൺസ്ട്രക്ഷൻസിലേക്ക് പോകാൻ പറ്റണം. ക്ലൈമറ്റ് ഇസ് ഓഫ് കോഴ്സ് ചാലഞ്ചസ് ഉണ്ട്, മാൻ പവർ ചാലഞ്ചസ് ഉണ്ട്. ബട്ട് ഈവൻ ബൈ അക്സെപ്റ്റിംഗ് ദിസ് ആസ് എ ചാലഞ്ച് ഐ എം റെഡി ടു ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ പോവുക എന്നുള്ളൊരു ഡ്രീമിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോഴും. ഓക്കെ, മാമിന് ഈ ഡ്രീം വന്നത് മാം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടാണോ, അതോ മാമിന് ഈ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ജസ്റ്റ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഇറ്റ് സെൽഫ് ഐ വാസ് തിങ്കിങ് ഓഫ് ഹാവിങ് മൈ ഓൺ കൺസ്ട്രക്ഷൻ ഫേം. ബട്ട് അന്ന് അങ്ങനെ ഒരു ചെറിയ ഡ്രീമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന് ഇൻ ഡെപ്ത് എന്തൊക്കെയാണ്, ഇതിന് ജസ്റ്റ് ഒരു ബിടെക് ഡിഗ്രി മതി എന്നുള്ളതായിരുന്നു ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അത് പോയിട്ട് എംടെക് ഡിഗ്രിയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. കുറേ ഇൻഫർമേഷൻസ്, കുറേ ട്രെയിനിങ്, മെൻറ്ററിങ്, എസ്പെഷ്യലി ഇൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ദ വേ ദേ മെൻറ്റർ അസ് ഇസ് കംപ്ലീറ്റ്ലി ഒരു എത്തിക്കൽ റൈറ്റ് വേയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മെൻറ്റർഷിപ്പ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് റിയലിസ്റ്റിക് പ്രോജക്റ്റിലേക്ക് വന്നപ്പോൾ എസ്പെഷ്യലി വാട്ട് ഐ മസ്റ്റ് സേ ഇസ് ലൈക്ക് ഇൻ അവർ ഫേം വി ഡു ഹാവ് എ മെയിൻ്റനൻസ് വിങ്. പ്രോജക്റ്റിൻ്റെ തന്നെ റിനോവേഷൻ ആൻഡ് മെയിൻ്റനൻസ് വിങ് ഉണ്ട്. ഇറ്റ് വാസ് മൈ ഓൺ ഡിസിഷൻ ടു ഹാവ് ഇറ്റ് ഇൻ ദി ഫേം ബിക്കോസ് ഇറ്റ്സ് വെരി, നമുക്ക് ഹെഡേക്ക് ഉള്ളൊരു കാര്യമാണ്. ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഫോർ എക്സാമ്പിൾ ലീക്കേജ് ഇഷ്യൂസ്, ക്രാക്ക് ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ ചില അസംഷൻ ബേസ് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സീനിയർ കൺസൾട്ടൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും, ചില ആൾക്കാരുടെ ഒപ്പീനിയൻസ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ബട്ട് വെൻ വി ആർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ഈ റിനോവേഷൻ പ്രോജക്റ്റ്, വി ആർ കമ്മിങ് ടു നോ ദാറ്റ് ഈ ഒരു പ്ലംബിംഗ് ചെയ്ത ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ലൈഫിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഇഷ്യൂ, ഒരു കോൺഡ്യൂട്ടിനകത്തൂടെ ഇങ്ങനെ വെള്ളം കയറി, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു, ടൈലിൻ്റെ ജോയിൻറ്റ് ഇങ്ങനെ ചെയ്തിട്ടില്ല, സ്ലോപ്പ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, ഫൗണ്ടേഷൻ ചെയ്തപ്പോൾ കറക്റ്റ് ഡെപ്തിൽ സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക മണ്ണിൽ ഉറപ്പില്ലാത്ത മണ്ണിലേക്ക് ഫൗണ്ടേഷൻ ചെയ്തു. അതുകൊണ്ട് ഒരാളുടെ ഡ്രീം പ്രോജക്റ്റിൽ, അവരുടെ ഡ്രീം ഹോമിൽ വന്നിരിക്കുന്ന ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഓക്കെ, വെൻ വി ആർ ഡൂയിങ് ഇറ്റ് ഫസ്റ്റ് വി ഹാവ് ടു ഡു ഇറ്റ് റൈറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വെൻ വി ആർ ഗെറ്റിംഗ് ഡീപ്ലി ഇൻവോൾവ് ഇൻ റിനോവേഷൻ പ്രോജക്ട്സ് ആണ്. അത് പ്രോഫിറ്റ് മേക്കിങ്ങോ അല്ലെങ്കിൽ അത് ഇൻറ്റൻഡ് ചെയ്ത് ചെയ്തേക്കുന്നതല്ല. ഓൺലി വെൻ എ കമ്പനി ഈസ് ഹാവിങ് എ റിനോവേഷൻ വിങ് ഇൻ എ വെരി സ്ട്രോങ്ലി റെപ്യൂട്ടഡ് വേയിൽ ഹാൻഡിൽ ചെയ്യുന്ന റിനോവേഷൻ വിങ് ഉണ്ടെങ്കിൽ ക്വാളിറ്റി പ്രോജക്റ്റ് എക്സിക്യൂഷനിൽ നമുക്ക് നന്നായി ക്വാളിറ്റി കൺട്രോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ എന്തൊക്കെ പ്രോബ്ലംസാണ് വരുന്നത്, വന്നാൽ എന്ത് സംഭവിക്കും എന്ന് എൻജിനീയേഴ്സിന് ഒരേ സമയം നമ്മൾ എക്സ്പോഷർ കൊടുക്കുകയാണ്. നമ്മുടെ ടീമിനായാലും വർക്കേഴ്സിനായാലും, ചേട്ടാ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ വേണ്ടല്ലോ, ഇങ്ങനെ മതിയല്ലേ എന്ന് പറഞ്ഞില്ലേ, കണ്ടോ ഈ സൈറ്റിൽ കണ്ടോ, അങ്ങനെ ചെയ്തപ്പോൾ വന്നേക്കുന്ന പ്രോബ്ലം കണ്ടോ, ദിസ് ഈസ് വൈ വി ആർ സേയിങ് നോ, അതിവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഇതുവരെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല ചെയ്തുകൊണ്ടിരുന്നത്, ബട്ട് ഇവിടെ ഇതാണ് ചെയ്യേണ്ടത്, നമ്മൾ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ഡിസ്റെസ്പെക്റ്റ് അല്ല. ബിക്കോസ് വി ആർ ഹാൻഡ്ലിങ് ദീസ് തിങ്സ് നോട്ട് ഓൺലി ഇൻ സ്മോൾ പ്രോജക്റ്റ്, ഈവൻ അപ്പാർട്ട്മെൻറ്റ്സ്. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അപ്പാർട്ട്മെൻറ്റ്സ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കല്ല, അതിൻ്റെ താഴെ താമസിക്കുന്ന ആൾക്കാണ്. അപ്പോൾ നമ്മളൊരു ഇഷ്യൂ പോയി അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, സപ്പോസ് ഇറ്റ് ഈസ് എ ലീക്കേജ് ഇഷ്യൂ, മേളിലത്തെ ടോയ്ലറ്റിൻ്റെ ജോയിൻറ്റിൽ, സിമ്പിൾ കാര്യം ഞാൻ പറയണം, സിംപ്ലസ്റ്റ് പോയിന്റ്, മേളിലത്തെ ടോയ്ലറ്റിൻ്റെ ജോയിൻറ്റിൽ ഉള്ള ലീക്കേജ് കാരണം അഫക്റ്റഡ് ആകുന്നത് ആ അപ്പാർട്ട്മെൻറ്റുകാരനല്ല, അതിൻ്റെ താഴെ താമസിക്കുന്ന ആൾക്ക് സീലിങ്ങിൽ ലീക്കേജസ്, ഡാംപ്നെസ്, ഫംഗസ് വന്നിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുകുട്ടിക്കും അമ്മയ്ക്കും ഇത് കാരണം ലങ്സിന് ഇൻഫെക്ഷൻ വരുന്നു, ആസ്മാറ്റിക് ഇഷ്യൂസ് വരും. വി ഹാവ് ടു ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബിൽഡിങ്സ്, വി ആർ ബിക്കമിങ് പാർട്ട് ഓഫ് പീപ്പിൾ.
അവരുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കും മാറുന്നതെന്ന് പറയുന്ന റിയലൈസേഷൻ വരുന്നിടത്തുനിന്നാണ് റിയൽ എൻജിനീയർ ഇസ് ബോൺ. യെസ്. It is not about getting certificates or graduation or it's just claiming that we are engineers. No, it's not like that. When we start understanding these are the problem, these are the existing problems, how we can resolve it, or at least ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കാം എന്ന് ചിന്തിക്കുന്നിടത്തുനിന്നാണ് ഒരു എൻജിനീയർ ഉണ്ടാവുന്നത്. അപ്പോൾ രണ്ട് വേയിലും ഇൻ വാട്ട് എവർ വേ പോസിബിൾ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ആൻഡ് ഇൻ വാട്ട് എവർ വേ പോസിബിൾ വരുന്ന എൻജിനീയേഴ്സിന് അവർക്കൊരു മെൻറ്ററിങ് കൂടി കിട്ടുക എന്നുള്ളതാണ് ഓക്സീലിയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻറ്റ്. ഓക്കെ, മാമിൻ്റെ ഡ്രീം പ്രോജക്ട്സ് എത്രയും വേഗം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, ലുക്കിംഗ് ബാക്ക് മാമിൻ്റെ കോളേജ് ഡേയ്സിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലെ ഏത് ടോപ്പിക്കാണ് മാമിന് ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അത് ഓർമ്മിപ്പിക്കരുത്. റിയൽ ലൈഫിൽ വന്നപ്പോൾ അത് ഓക്കെ ഇത് അത്രയും ഓക്കെ ആണ്, ടഫ് അല്ല എന്ന് തോന്നിയ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്? ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് സയൻസ്, ഇതൊക്കെയായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ഐ എം എൻജോയിങ് ആൻഡ് ഡൂയിങ് ഇറ്റ് ഡെയിലി റൈറ്റ് നൗ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റിൽ ഒന്നായിരുന്നു ഡൈനാമിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ്സ്. ബിക്കോസ് ഇറ്റ്സ് പ്യുവർലി തിയററ്റിക്കലാണ്. നമുക്കത് വിഷ്വലൈസ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടിട്ടായിരിക്കാം എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വലി, അല്ലെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർസ്, എവ്രിബഡി ഈസ് യൂസിങ് സോഫ്റ്റ്വെയർസ് ആസ് എ ടൂൾ. സോ ഈ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളെങ്ങനെയാണ് സ്ട്രെസ്സസ്, നമ്മൾ തന്നെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓർ ബിൽഡിങ്ങിന് ലോഡ്സ് കൊടുത്തതിന് ശേഷം ഹൗ ദേ ആർ പെർഫോമിങ്, ബിഹേവിങ് അണ്ടർ സ്ട്രെസ്സസ് ആൻഡ് ലോഡ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് വിഷ്വലി കാണുന്ന റെഡ് വരുന്നു, ഒരു ക്രിട്ടിക്കൽ, ഓക്കെ ഇറ്റ് ഈസ് നോട്ട് ഫെയിലിംഗ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഹൗ ദിസ് ഇസ് വർക്കിംഗ് ഇസ് പ്യുവർലി ബിക്കോസ് ഓഫ് ഓൾ ദോസ് തിയറിറ്റിക്കൽ സബ്ജക്ട്സ്. നമ്മൾ ഓഫ് കോഴ്സ് ഇപ്പം ഡേ ടു ഡേ ലൈഫിൽ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ഡെവലപ്പിംഗ് ഇനി കോഡിങ് ഓർ അതൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഫോർച്ചുനേറ്റ്ലി. ബട്ട് ഹൗ ദിസ് softwares are working, and one of my friends, she's working in Bentley. She used to tell, like, Bentley is a company which is developing softwares for civil engineers and structural engineers. So of course ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് പേരുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് ഡേ ടു ഡേ നമ്മുടെ ഡിസൈൻസും എല്ലാം ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ കനോട്ട് ഹേറ്റ് ദാറ്റ് സബ്ജക്റ്റ്, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ലിറ്റിൽ ടഫ്. ഓക്കെ, നമ്മൾ കോളേജ് ടൈമിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ് വളരെ ഹെവി ആണെന്ന് കാണുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം അത് ആ ഒരു സബ്ജക്റ്റേ വേണ്ട, അത് സോ മെനി കാൽക്കുലേഷൻസ്, അസംഷൻസ് എല്ലാം ഉള്ളത് കൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറച്ച് സ്റ്റുഡൻസിനോട് എന്താണ് മാമിന് പറയാനുള്ളത്? ആക്ച്വലി അതിൽ അവർ പിള്ളേർ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകുന്നതിൽ കാര്യമുണ്ട്. കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാൽക്കുലേഷൻസും മാത്തമെറ്റിക്കലി അത് നോക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത വരുന്നതാണ്. കറക്റ്റാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഹൈഡ്രോളിക് എഞ്ചിനീയറിങ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്, ഇതെല്ലാം റെലവൻറ്റ് സെക്ടേഴ്സ് തന്നെയാണ് സിവിൽ എഞ്ചിനീയറിങ്ങിൽ. ബട്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത പെട്ടെന്ന് കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ ഇഫ് അറ്റ് ഓൾ ദേ വാണ്ട് ടു സ്റ്റാർട്ട് ദെയർ ഓൺ ഫേം ഓർ ഇഫ് അറ്റ് ഓൾ ദേ വാണ്ട് ടു ഗെറ്റ് എ പ്രോജക്റ്റ് ഡയറക്ട്ലി, അതിനൊക്കെ ഏറ്റവും പെട്ടെന്ന് പറ്റുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആകുമ്പോഴാണ്. കാരണം ഒരു സാധാരണ വീട് വെക്കുന്ന ഒരാൾക്ക് പോലും സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. അപ്പം ഡെയിലി ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് നോക്കുവാണെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആണ്, അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നാൻ കാരണം എനിക്കും അതേ ഫീലിംഗ് ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ അത് എപ്പോഴാണ് നമുക്ക് മാറുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്ട്രക്ചർ എടുക്കുക, ദാറ്റ് ഈസ് ഈക്വലൻ ടു എ ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്തുനിന്ന് കുറച്ചും കൂടെ എളുപ്പമായി തുടങ്ങും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. എവ്രി ടൈം നമ്മൾ സൈറ്റിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പം റോങ് ആയിട്ട് കാണുന്ന, മോസ്റ്റ് ഓഫ് ദ ടൈം റോങ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ് അതായത് സൺഷെയ്ഡിൻ്റെ, സിമ്പിൾ പറയുകയാണെങ്കിൽ സൺഷെയ്ഡിൻ്റെ കമ്പി എങ്ങനെയാണ് ഇട്ടേക്കുന്നത്, സൺഷെയ്ഡിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ ഒരു ക്യാൻറ്റിലിവർ ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ. അത് ക്ലാസ്സിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും പെട്ടെന്ന് അവർ ടെൻഷൻ എവിടെയാണ്, കംപ്രഷൻ എവിടെയാണ്, വെൻ വി ആർ
തിങ്കിങ് ഓൺലി ഫ്രം അറ്റൻഷൻ എന്ന് പറയുന്ന വേർഡ് കംപ്രഷൻ ഓർ കാൽക്കുലേഷൻ അങ്ങനെയല്ലാതെ സിമ്പിൾ വേയിൽ നമ്മൾ നമ്മുടെ ഒരു കൈ ഇങ്ങനെ വെച്ചേക്കുന്നു, അതിലിങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് ബെൻഡ് ആവുന്നത്, അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു സ്ട്രക്ചർ സിമിലർ വേയിൽ ബിഹേവ് ചെയ്യുന്നത്, അപ്പോൾ എവിടെയാണ് വലിയുന്നത്, എവിടെയാണ് കംപ്രസ്ഡ് ആവുന്നത്, സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ഈസി. നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ ഓൾവേസ് വി യൂസ് ടു ടെൽ ലൈക്ക് ദ വീക്കസ്റ്റ് പോയിന്റ് ഇസ് joints. Like beam column joints are very weak. Of course in our body also joints are very weak. നമ്മൾ അവിടെയാണ് ഏറ്റവും പെട്ടെന്ന് തേയ്മാനം വരുന്നത്. കറക്റ്റ് അല്ലേ? സോ ഇറ്റ് ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ഫോർ ബിൽഡിങ്സ് ടു. നമ്മൾ ആ ബീമും കോളവും തമ്മിൽ ജോയിൻ ചെയ്യുന്നിടത്താണ് ഏറ്റവും മോശമുള്ള ഒരു കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുന്നു. ആ ഒരു റെലവൻസി അതിന് കൊടുക്കുന്നുള്ളൂ എങ്കിൽ ആ ബിൽഡിങ്ങും അതേപോലെ ബിഹേവ് ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്, ലൈക്ക് come out of those calculations. Sometimes ഇപ്പം എൻ്റെ കമ്പനിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് I won't just like that ask them in a bending momentൻ്റെ ഫോർമുല കാണാതെ പറയൂ, അങ്ങനെ ഞാൻ പറയാറില്ല. Because what I personally feel is like we do have IS codes, we do have calculators, we do have all supporting tools and materials. The only thing that is very important for young engineers is ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയുക. ഈ ഫോർമുല എവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഫിക്സ്ഡ് ബീമാണോ ഓർ ഹിഞ്ച്ഡ് ആണോ, സപ്പോർട്ട് കണ്ടീഷൻ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ, ഓഫ് കോഴ്സ് ആസ് യു സെഡ് ദർ ആർ സോഫ്റ്റ്വെയർസ്, പക്ഷെ സോഫ്റ്റ്വെയറിൽ മാത്രം ബ്ലൈൻഡ്ലി പോവാതെ അതിനെ ഏത് വന്നേക്കുന്ന റിസൾട്ട് സംതിങ് റോങ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ ടെൽ ദം ആസ് എൻ എൻജിനീയർ. അല്ലെങ്കിൽ വെറുതെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരു യൂസറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സോ കാൽക്കുലേഷൻസ് ഓഫ് കോഴ്സ് ഉണ്ട്, ബട്ട് കാൽക്കുലേഷൻസിൽ നിന്നും പുറത്ത് ഒരു വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഈസി. ഓക്കെ മാം, ഇന്നത്തെ എൻജിനീയറിംഗ് ഫീൽഡിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോഴത്തെ സ്റ്റുഡൻസ് തന്നെ നമുക്ക് സോഫ്റ്റ്വെയർസ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുന്നതുണ്ട്. ഓക്കെ, ബട്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് സ്ട്രക്ചറൽ ഡിസൈൻ ആകാൻ കഴിയുമോ? സോ ഇൻ യുവർ ഒപ്പീനിയൻ, ഈസ് കോഡിംഗ് ഓപ്ഷണൽ ഫോർ എ സക്സസ്ഫുൾ കരിയർ? ആക്ച്വലി കോഡിംഗ് നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഇല്ല. ബട്ട് വാട്ട് ഇസ് റെലവൻറ്റ് ഇസ് റിസൾട്ട്സ് റീഡ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി. ദാറ്റ് മീൻസ് ഇൻ L&T വെൻ ഐ വാസ് ഗെറ്റിംഗ് ട്രെയിൻഡ് ആസ് എൻ എൻജിനീയർ, അവർ നമ്മളെ ദേ വിൽ അലോ us to use softwares, let it be STAAD or any softwares, as a tool to do the calculations. ബട്ട് ഡിസൈൻസ് ചെയ്യുന്നത് മാനുവലിയാണ്. അതിൻ്റെ അനാലിസിസ് ചെയ്ത് റിസൾട്ട്സ് എടുക്കുക, ആ റിസൾട്ട്സ് വെച്ചിട്ട് മാനുവലി ഡിസൈൻസ് ചെയ്യുക. അന്നേരം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ലൈക്ക് സ്റ്റാഡിൽ തന്നെ നമുക്ക് ഡിസൈൻസ് ഡയറക്റ്റ്ലി കിട്ടുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ പോരെ. സോ മൈ സീനിയേഴ്സ് യൂസ് ടു ടെൽ മീ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് മേ ബി അൺഎക്കണോമിക്കൽ. പിന്നെ പ്രാക്ടിക്കലി ഉള്ള ഒരു എക്സ്പീരിയൻസും കൂടെ കണക്ട് ചെയ്തിട്ട് ഡിസൈൻസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന്. Many people won't be agreeing with it, but at the same time what I do really feel is നമുക്കൊരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസിൻ്റെ സ്കിൽസ്, ഓഫ് കോഴ്സ് നമുക്ക് ഫാസ്റ്റായിട്ട് ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് മോഡലിങ്ങിലുണ്ടാകുന്ന ഒരു എററോ അല്ലെങ്കിൽ അസംഷനിൽ ഒരു ഫാക്ടർ ഇട്ടേക്കുന്നതിലുള്ള എററോ, ഇത് നിങ്ങൾ അസ്യൂം ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയാൻ ആ സോഫ്റ്റ്വെയറിന് കേപ്പബിലിറ്റി ഇല്ലാത്തത് കാരണം സർട്ടൈൻ എറേഴ്സ് അവർ കാണിക്കും, ബട്ട് ചിലത് കാണിക്കത്തില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബ്ലൈൻഡ്ലി ഫോളോയിങ് എ സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് മോസ്റ്റ് ഓഫ് ദി ഇപ്പോൾ എൻജിനീയറിംഗ് ഫെയിലിയേഴ്സ് വരുന്നതിൽ നമ്മൾ കാണുന്നത്. ആ സോഫ്റ്റ്വെയറിൽ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. പ്രാക്ടിക്കലി ഉള്ള ഒരു നോളേജിനെ ഇതിനകത്തേക്ക് കമ്പൈൻ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കോഡിങ് ഓർ ഇൻ ഡെപ്ത് ആ സോഫ്റ്റ്വെയർ നോളേജിനേക്കാളും students and young engineers, just after learning a software, what they have to really do is, rather than focusing on coding, just focus on getting practical experience. അതിന്
ഇപ്പം നിങ്ങൾ റിയലിസ്റ്റിക് പ്രോജക്ട്സിലേക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ദാറ്റ്സ് എ ഗുഡ് തിങ്. നോട്ട് ഓൺലി സോഫ്റ്റ്വെയർ ട്രെയിനിങ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു പ്രോജക്റ്റ് എങ്ങനെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യാമെന്നും അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിൻ്റെയും സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ദാറ്റ്സ് വാട്ട് ദേ ഹാവ് ടു ഡു. ജസ്റ്റ് ലൈക്ക് ദറ്റ് പഠിക്കാതെ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ.